ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ പരസ്പരം മത്സരിച്ച യുവതാരങ്ങളും അതോടൊപ്പം തന്നെ സീനിയർ താരങ്ങളും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എമ്പുരാൻ, മരണമാസ്, ആലപ്പുഴ ജിംഖാന, ബസൂക്ക, ഗുഡ് ബാഡ് അങ്കിൾ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമകളുടെ ഞായറാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിരവധി ചിത്രങ്ങൾ വിഷു പ്രമാണിച്ച് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ചിത്രത്തിനെ പരാജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു അജിത്ത് നായകനായിട്ടെത്തിയ ഗുഡ് ബാഡ് അങ്കിൾ എന്ന് പറയുന്ന സിനിമ. തല ചിത്രം വലിയ കളക്ഷൻ തന്നെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും സ്വന്തമാക്കുന്നത്. ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലും മികച്ച ഒരു മുന്നേറ്റം തന്നെ നടത്താൻ സാധിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 ലക്ഷം പിന്നിട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 50 മുതൽ 60 ലക്ഷം രൂപ വരെ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇന്ന് ഏകദേശം 25 മുതൽ 30 കോടിക്കടുത്തുള്ള തുക ചിത്രം കണ്ടത്. ഇന്നത്തെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 150 കോടി വരെ മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമെത്തിയ മരണമാസ് എന്ന് പറയുന്ന സിനിമ. നവാഗതനായി ശിവപ്രസാദ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള സംഖ്യ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷനിലോട്ടാണ് മരണമാസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ആലപ്പുഴ ജിംഖാനയും ബസൂക്കയും തകരുമെന്ന് കണ്ടുതന്നെറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തി ഇപ്പോൾ വൻ വിജയമായിട്ട് മാറുന്ന ചിത്രം നസ്രിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന് വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ ഓരോ ദിനവും സാധിക്കുന്നുണ്ട്. ഇന്നലെ 3 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ 4 കോടി പിന്നിടും എന്നാണ് പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ പ്രീസൈറ്റിലൂടെ മാത്രം 1.5 കോടി രൂപ ചിത്രം ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 മുതൽ 4 കോടി രൂപ വരെ, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ചിത്രം 6 മുതൽ 7 കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിഷു റിലീസായിട്ട് അതോടൊപ്പം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമെത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ്. നവാഗതനായി ഡിനോ ഡെന്നിസ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കി മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ ഓരോ ദിനം സ്വന്തമാക്കുന്നുണ്ടെങ്കിലും ആലപ്പുഴ ജിംഖാനയെ തകർക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 2 കോടിക്കടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് വിഷു ദിവസം നാളെ വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിനം 3.5 കോടിക്കടുത്തുള്ള തുക സ്വന്തമാക്കിയ ചിത്രം 2ാം ദിനവും 3ാം ദിനം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച 2 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് വിഷു റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തി മികച്ച മുന്നേറ്റം നടത്തുന്നതെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 പൊസിഷനിൽ മറ്റൊരു ചിത്രം കൂടി നിലനിൽക്കുന്നുണ്ട്. ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വി അണിയിച്ചൊരുക്കിയ ചിത്രം ഇതിനോടകം തന്നെ മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 263 കോടി രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 80 മുതൽ 1 കോടിക്കടുത്തുള്ള തുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 5 ചിത്രങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.